സ്വാന്തന സജു നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് സ്വാന്തന. വലിയതുറയിൽ വലിയ പ്രശ്നമാണ് കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ വീടുകൾ തകരുന്നതടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ സ്വാന്തനയുടെ പിന്നണിയിൽ മുദ്രാവാക്യങ്ങൾ ഉയരുന്നുണ്ട്. ആളുകൾ പ്രക്ഷോഭത്തിലേക്ക് കടന്നു കഴിഞ്ഞു. സുജയ, ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയതുറയ്ക്കടുത്തുള്ള കൊച്ചുതോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു പ്രദേശമാണിത്. സുജയ, കടലിനോട് വളരെ അടുത്തിരിക്കുന്ന പ്രദേശമാണ്. ഇവിടെ കുറെ നാളുകളായി, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ റിപ്പോർട്ടർ TV അവിടെ വരികയും ഇവരുടെ ഒരു കടൽക്ഷോഭത്തെ തുടർന്ന് ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയും പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. സുജയ, ആ ഒരു ഭാഗത്ത് ഏതാണ്ട് 25ഓളം വീടുകളുണ്ട്. സുജയ, അവിടെ വലിയ രീതിയിൽ അവിടെ കടൽ ഭിത്തി കെട്ടിയിട്ടില്ല, കല്ലിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തിര വീടുകളിലേക്ക് അടിച്ചു കയറുകയും നിരവധി വീടുകൾ ഇതിനോടകം തന്നെ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതാണ്ട് ഒരു 10-25ഓളം വീടുകൾ ഈ ഭീഷണിയുടെ വക്കിലാണ് നിൽക്കുന്നതെന്ന് പറയാം. ചില വീടുകൾ കടലുമായി 100-150 സെന്റിമീറ്റർ, മീറ്റർ അല്ല സുജ, സെന്റിമീറ്റർ ദൂരത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. ഏത് സമയം വേണമെങ്കിലും ഇടിഞ്ഞു പോകാവുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഭാഗത്ത് കല്ലിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ആളുകൾ ഇവിടെ ഈ പ്രക്ഷോഭം നടത്തുന്നത്. റോഡ് തടഞ്ഞുകൊണ്ട്, വലിയതുറ എയർപോർട്ട് റോഡ് തടഞ്ഞുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു പ്രക്ഷോഭത്തിലേക്ക് കടന്നത്. കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി, ഏതാണ്ട് 1 മണിക്ക് തുടങ്ങിയതാണ് ഇവരുടെ ഈ ഒരു സമരം. ഇപ്പോൾ 1 ലോഡ് കല്ല് എത്തിയിട്ടുണ്ട്. മൈനർ ഇറിഗേഷൻ ആണ് ഈ പ്രവർത്തനം നടത്തേണ്ടത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം എത്തിക്കൊണ്ട് ഇവരെ ഒരു അനുനയിച്ചമല്ല. സുജ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. 1 ലോഡ് കല്ല് ഇപ്പോൾ ആ പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. കൂടുതൽ കല്ലുകൾ നാളെ മുതൽ എത്തിച്ച് ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 90 മീറ്ററോളം വരുന്ന ഒരു സ്ഥലത്താണ് ഇനി കല്ലിടാനുള്ളത്. ബാക്കി ഭാഗത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 90 മീറ്റർ ഭാഗത്ത് എത്രയും പെട്ടെന്ന് കല്ലുകൾ ഇട്ട് നൽകാമെന്നുള്ള ഒരു ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഇവരോട് കൂടി ഒന്ന് ചോദിക്കാമെന്ന് തോന്നുന്നു സുജ, ഇവരുടെ പ്രശ്നത്തെ കുറിച്ച്. ഇപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 ലോഡ് കല്ലാണ് ഇപ്പോൾ ഇത്രയും റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം ഇത്രയും നന്നായിട്ട് പോയത്. പക്ഷേ ഇപ്പോൾ 2 ലോഡ് കല്ല് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ എയർപോർട്ട് ഉപരോധിക്കാമായിരുന്നു, പക്ഷേ ഞങ്ങൾ സമാധാനപരമായ റോഡാണ് ഉപരോധിച്ചത്. AC ഉൾപ്പെടെ അതുപോലെ തന്നെ സബ് കളക്ടർ ഉൾപ്പെടെ ഉറപ്പ് നൽകിയതിന്റെ പുറത്ത് 2 ലോഡ് കല്ല് വന്നിട്ടുണ്ട്. ഇനിയും ദിവസങ്ങൾ തുടർച്ചയായി ലോഡ് വരുമെന്നാണ് പറയുന്നത്. 85 മീറ്ററാണ് ഇനി അവർക്കിടാനുള്ളത്. ഏകദേശം 10ഓളം വീടുകൾ ഇതിനോടകം തന്നെ നിലംപൊത്തി കഴിഞ്ഞു. അപ്പോൾ ഇനിയും സർക്കാർ കണ്ണടയ്ക്കാനാണ് ഭാവമെങ്കിൽ അധികം നാള് ഞങ്ങൾക്ക് ഇങ്ങനെ സമാധാനപരമായി ഇരിക്കാൻ കഴിയില്ല. ജനങ്ങൾ രോക്ഷാകുലരാണ്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. ഇവർ പറയുന്നത് എത്രയും പെട്ടെന്ന് ആ ഭാഗത്ത് കല്ലിട്ട് നികത്തണമെന്ന് തന്നെയാണ്. AC-യും അതുപോലെ തന്നെ അസിസ്റ്റന്റ് കളക്ടറും ഒക്കെ ഇതിൽ ഇടപെട്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഒരു ഉറപ്പിന്റെ പേരിലാണ് ഇപ്പോൾ ഇവർ ഈ ഒരു പ്രക്ഷോഭം അവസാനിപ്പിക്കുന്ന ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇനി എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ പണി മുന്നോട്ട് പോയില്ലെങ്കിൽ വീണ്ടും വലിയ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും ഇവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. സുജയ, ഓക്കെ, സ്വാന്തന സജു ആണ് കൊച്ചുതോപ്പിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചുതോപ്പിൽ നിന്ന് നമ്മൾ ഇനി പോകുന്നത് കണ്ണമാലിയിലേക്കാണ്.